അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശൃംഗേരി മഠത്തിനടുത്താണ്. ഇത് നമ്മുടെ തുങ്കാ റിവറിനടുത്തുള്ള മഠമാണ്. നമ്മുടെ ശ്രീ ആദ്യ ശങ്കരാചാര്യ പുള്ളി സ്ഥാപിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അറിഞ്ഞൂടെ അതിനകത്തോട്ടൊന്ന് കയറി നോക്കാൻ പോവാണ്. ഇവിടെ ചെരുപ്പിടാതാണ് മിക്ക ആൾക്കാരും പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചെരുപ്പ് എവിടെയെങ്കിലും ഒന്ന് വെക്കാനുള്ളൊരു ശ്രമത്തിൽ ഇങ്ങനെ വരികയാണ്. ശാരദാ പീഠത്തിലാണ് നിൽക്കുന്നത്. ബാക്കിൽ കാണുന്നത് അകത്തെല്ലാം കയറി അകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷെ അതൊരു അസാധ്യമായ ഒരു ഇതാണ്, ഒരു സ്ട്രക്ചർ തന്നെയാണ്. അതിനകത്തുള്ള കാർവിങ്സ് നമ്മൾ കാണേണ്ടതാണ്. മേളിൽ ഒരു സാധനമുണ്ട്, ഒരു തത്തേമ്മയൊക്കെ പച്ച പാറയിൽ മാത്രം ഒറ്റക്കല്ലിൽ കൊത്തിയ ഒരു 4 തത്തമ്മ ഇരിപ്പുണ്ട്. അതൊന്ന് നോക്കണം. നടുക്കായിട്ട് എക്സാക്ട്ലി നടുക്കായിട്ട് ഇരിപ്പുണ്ടാകും. പിന്നെ അവിടെ ശിവൻ്റെയും ഭൈരവൻ്റെയും ഒക്കെ ഇതുണ്ട്, സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പം ഒരു ബർത്താണ് ഇതൊക്കെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് മറ്റേ തുങ്കാ റിവറിലൊന്ന് കാണാം. വലിയ മീനുകളൊക്കെ ഉണ്ട്, കറുത്ത വലിയ മീനുകൾ. നമുക്കവിടെ നിൽക്കാം, അതിനെ ഫീഡ് ചെയ്യാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ആണ് തുങ്കാ റിവറിൽ ഒന്ന് കാല് നനച്ചു. അവിടെ നല്ല വലിയ മീനാണ്, കറുത്ത കട്ട്ല. അവരവിടെ ആഹാരം കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്തങ്ങ അല്ലെങ്കിൽ ഗൗളി ഗാത്രം. സൂപ്പറാണ് കേട്ടോ, നല്ല മധുരം. പിടിക്കാനും വലിയ അതിൻ്റെ കളറും നല്ല ചുമചമാതിരിക്കും. നല്ല ഒരെണ്ണം മാർക്കറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. നോക്കാം എത്ര വില? എടാ എത്ര 50 രൂപയാണ്. നല്ല തണ്ണി ഇരിക്കുന്നത് തണ്ണി തണ്ണി സാപ്പിട വേണ്ട, ഉള്ളി തണ്ണി சாப்பிட்டா நல்ல டேஸ்ட் ஆகுதுங்க. சாப்பிடுறது இருந்தா சரி. இளம் சாதம் கொஞ்சமா இருக்கலாம். പിന്നെ വെസ്റ്റ് ഇൻഡീസിലുണ്ട് ഇവർ എങ്ങനെ വെട്ടാൻ അറിയത്തില്ല അവർക്ക്. ഇത് വെട്ടുന്ന നല്ല തണ്ണി വേണോ, കായും വരുന്നതാ സാരി.
പാലത്തിൽ നിൽക്കുവാണ്. റോഡാണ് പാർക്ക് ചെയ്തേക്കോ.